സ്വാഗതം ആർ.എൻ. വ്ളോഗ്സിലേക്ക്. രഘു നിങ്ങൾക്കൊപ്പം. പൂക്കോട് ഭഗവതിക്കാവ് താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് പൂക്കോട് ശ്രീ മഹാദേവ കാവടി സമാജത്തിൻ്റെ താലപ്പൊലി മഹോത്സവത്തിൻ്റെ ഭാഗമായി നടക്കുന്ന കൊടിയേറ്റാണ് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ നടക്കാൻ പോകുന്നത്. ഏകദേശം 50 വർഷത്തിലധികം പഴക്കമുള്ള പാരമ്പര്യവും കീഴ്വഴക്കവുമുള്ള പൂക്കോട് കാവടി സമാജത്തിൻ്റെ ഈ വർഷത്തെ 2026 താലപ്പൊലി മഹോത്സവം ഒരുക്കുന്നത് ഇവിടെയുള്ള ഒരു പറ്റം ചെറുപ്പക്കാരുടെ കൂട്ടായ്മയിലൂടെയാണ്. ആ കൂട്ടായ്മയുടെ പ്രതിഫലനം നമ്മൾക്കിവിടെ നേരിട്ട് തന്നെ കാണാവുന്നതാണ്. പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരും തോളോട് തോൾ ചേർന്നുകൊണ്ടാണ് ഇവിടെ ഉത്സാഹം നടക്കുന്നത്. സംഘാടകരും പൂക്കോട് ദേശത്തുള്ള നാട്ടുകാരും എന്തിനധികം കൊച്ചുകുട്ടികൾ മുതൽ പ്രായം ചെന്നവർ വരെ ഇതിൽ വളരെയധികം സന്തോഷത്തോടു കൂടി എല്ലാ കാര്യങ്ങളിലും ഏർപ്പെടുന്ന കാഴ്ച നമ്മൾക്കിവിടെ ശ്രദ്ധേയമാണ്. കൊടിയേറാനുള്ള കൊടിമരത്തിൻ്റെ തയ്യാറെടുപ്പുകൾ, ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 6 മണിയായി കഴിഞ്ഞു. 6:30 നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഈ വർഷത്തെ കൊടിയേറ്റ സമയത്ത് പതിവിലധികം ആളുകളെ ഇവിടെ സംഘടിച്ചതിലും കാണാൻ സാധിച്ചതിലും വളരെയധികം സന്തോഷമുണ്ട്. ഏകദേശം ഒരു 20 വർഷത്തിന് ശേഷമാണ് എനിക്കും ഈ ഒരു അവസരത്തിൽ പങ്കുചേരാനുള്ള ഭാഗ്യം ഉണ്ടാവുന്നത്. അങ്ങനെ നമ്മളുടെ ഈ വർഷത്തെ 2026 ഭഗവതിക്കാവ് താലപ്പൊലി മഹോത്സവത്തിൻ്റെ പൂക്കോട് മഹാദേവ കാവടി സമാജത്തിൻ്റെ കൊടിയേറ്റിന് സമയമായി. കൊടിമരം നമ്മളുടെ അടുത്തെത്തിക്കഴിഞ്ഞു. ഇനി കൊടിമരത്തിന് വേണ്ടിയുള്ള അതിൻ്റെ ഒരു ചടങ്ങ്, കൊടിമരം ഉയരുന്നതിന് മുൻപായിട്ട് നടക്കുന്ന പൂജാതി കർമ്മങ്ങളും എല്ലാം നമ്മൾക്കിവിടെ കാണാം. എല്ലാം അതിൻ്റേതായ കീഴ്വഴക്കം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാരമ്പര്യ രീതിയിൽ, പഴയ രീതിയും വർത്തമാനകാലത്തിൻ്റെ ഭംഗിയും ആയിട്ടാണ് ഈ വർഷം ശ്രീ മഹാദേവ കാവടി സമാജത്തിൻ്റെ തിരിച്ചുവരവ്. പൂജാതി കർമ്മങ്ങൾ ആരംഭിക്കുകയാണ്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അയക്കും. ഈ അവസരത്തിൽ പുതിയ തലമുറക്കാരോടും പഴയ തലമുറക്കാരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ. പൂക്കോട് ദേശത്തെ എല്ലാ ജനങ്ങളും തോളോട് തോൾ ചേർന്ന് ഈ മഹോത്സവം, പൂക്കോട് ദേശത്ത് നിന്ന് പോകുന്ന ഈ ശ്രീ മഹാദേവ കാവടി സമാജത്തിൻ്റെ വിജയത്തിന് വേണ്ടി, അതുപോലെ തന്നെ ഭംഗിക്ക് വേണ്ടി എല്ലാ ജനങ്ങളും അന്നേ ദിവസം, മഹോത്സവ ദിവസം എല്ലാവരും മുൻനിരയിൽ തന്നെ ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. പ്രത്യേകിച്ച് പഴയ തലമുറയിലുള്ള സ്ത്രീജനങ്ങളും പുതിയ തലമുറയിലെ മിടുക്കി കുട്ടികളും ഈ രംഗത്ത് എല്ലാം മറന്നുകൊണ്ട് രക്ഷിതാക്കളുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി നിങ്ങൾ ഈ കാവടി സെറ്റിൻ്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് മനസ്സിൽ താളവും താളത്തിനൊത്ത് ചുവടുവെപ്പുകളുമായി നിങ്ങൾ മുൻനിരയിലുണ്ടാവണം. അതുപോലെ തന്നെ അമ്പലത്തിൽ കയറുന്ന സമയത്ത് അവിടെയും നമ്മളുടെ ശക്തി, ശ്രീ മഹാദേവ സമാജത്തിൻ്റെ, നമ്മളുടെ ചുണക്കുട്ടികളുടെ, നമ്മളുടെ ദേശത്തിൻ്റെ ആ ഒരു ഭംഗിയും കൊണ്ട് അമ്പലത്തിലേക്ക് കയറുന്ന സമയത്ത് എല്ലാവരും ഒന്നിച്ച് ഒരു പ്രകടനം തന്നെ കാഴ്ചവെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ചടങ്ങിലേക്ക് കടക്കാം.
അങ്ങനെ 2026 നമ്മുടെ മഹോത്സവത്തിൻ്റെ താലപ്പൊലി മഹോത്സവത്തിൻ്റെ കൊടിയേറ്റിന് സമയമായി. ഏകദേശം 6:30 എല്ലാവരും കാത്തിരിക്കുകയാണ്, ശ്വാസം പിടിച്ച് കാത്തിരിക്കുകയാണ് ഈ ഒരു സുന്ദര മുഹൂർത്തത്തിന് വേണ്ടി. അങ്ങനെ വളരെ ഭംഗിയായി നമ്മളുടെ കൊടിയേറ്റം നടന്നിരിക്കുകയാണ്. ഈ വർഷത്തെ ഈ തിരിച്ചുവരവിൻ്റെ ശ്രീ മഹാദേവ കാവടി സമാജത്തിൻ്റെ തിരിച്ചുവരവും അതിൻ്റെ കൊടിയേറ്റത്തിന് സാക്ഷ്യം വഹിക്കാനും കൊടിയേറ്റ കർമ്മം നിർവഹിക്കാനും നിങ്ങൾ എന്നെ അനുവദിച്ചതിൽ വളരെ അധികം നന്ദിയുണ്ട്. പ്രത്യേകിച്ച് എല്ലാ നാട്ടുകാരോടും എനിക്ക് നന്ദി പറയാനുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു കൊടിയേറ്റ കർമ്മത്തിൽ നിന്നും എൻ്റെ ഉത്തരവാദിത്തം കൂടിയിരിക്കുകയാണ്. ഇനി ഇന്നു മുതൽ നമ്മളുടെ ഈ മഹോത്സവം കഴിയുന്നത് വരെ നല്ല രീതിയിൽ നടന്നു പോകാനും നല്ലതുപോലെ നടത്തിക്കൊണ്ടുപോകാനും ഉള്ള ഉത്തരവാദിത്തം എനിക്കും കൂടി അതിൽ പങ്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. ഇനി നമുക്ക് ശ്രീ മഹാദേവ കാവടി സമാജത്തിൻ്റെ സംഘാടകരെയും കമ്മിറ്റി മെമ്പർമാരെയും അധികാരികളെയും നമുക്കൊന്ന് നേരിട്ട് പരിചയപ്പെടാം. കൊടി കഴിഞ്ഞ് കാവടി സമാജം പൂക്കോടിൻ്റെ പുതിയ തലമുറയിലെ സാരഥികളാണ് നമ്മളുടെ മുന്നിൽ ഇവിടെ അണിനിരന്നിരിക്കുന്നത്. ഇന്ന് 6:30 വൈകിട്ട് നടന്ന കൊടിയേറ്റം എല്ലാവർക്കും വളരെ മനോഹരമായ രീതിയിൽ തന്നെ ചിത്രീകരിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ കാവടി സമാജത്തിൻ്റെ സാരഥികളെ ഒന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് നമുക്ക് പ്രസിഡൻറ്റിനെ പരിചയപ്പെടാം. പ്രസിഡൻറ്റ് സനീഷാണ് ഇവിടെ. ഷിജിൽ നിൽക്കുന്നുണ്ട്, സെക്രട്ടറി ഷിജിൽ. അതിനുശേഷം നമുക്ക് ട്രഷറർ പ്രതീഷിനെ പരിചയപ്പെടാം. നമസ്കാരം. പിന്നെ ഇവിടെ ശരത്തുണ്ട്, സേതുണ്ട്, സംഘാടകർ ഇവരാണ്. നന്ദേട്ടൻ, സുകുമാരേട്ടൻ. നമ്മുടെ പഴയ അതെ, സാരഥിയാണ്. ഒരുപാട് ചേട്ടനുണ്ട് ഇവിടെ. പഴയ ആൾക്കാർ കുട്ടേട്ടനുണ്ട് ഇവിടെ. സുകുമാരൻ. അതെ, സുകുമാരനാണ് ഇതിൻ്റെ. അപ്പോൾ പ്രതീക്ഷ എന്താ ഇങ്ങനെ ഒരു ആശയം ഉടലെടുക്കാൻ കാരണം? ഇങ്ങനെ ഒരു മങ്ങിപ്പോയ ഒരു സംഭവം വീണ്ടും നിങ്ങൾ ചെറുപ്പക്കാർ കൊണ്ടുവരാനുള്ള സാഹചര്യം എന്തുണ്ടായത്? എന്തായാലും 5 വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ഇങ്ങനൊരു ആശയം വീണ്ടും നമ്മുടെ സമുദായത്തിന് ഉയർത്തിക്കൊണ്ടുവരുന്നുള്ള ആശയം മനസ്സിലുദിച്ചത്. അതിനു മുന്നും നമുക്കൊരു ചിന്തയുണ്ടായിരുന്നു, ഇങ്ങനെ നമുക്കത് ചെയ്യാം, നല്ല രീതിയിൽ വീണ്ടും നടത്താം എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ പൂരം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് മാത്രം ഒരു സെറ്റോ ഒരു ആഘോഷമോ ഇല്ലാണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ അവസ്ഥയ്ക്ക് ഒരു വിരാമം ഇടുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അപ്പോൾ പൂരത്തിൻ്റെ അന്ന് ഒരു വെട്ടം വെളിച്ചമില്ലാത്തൊരവസ്ഥയായിരുന്നു ഒരു കഴിഞ്ഞ കാല 5 വർഷമായിട്ട് നടന്നിരുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ, ഈ ഒരു കൂട്ടായ്മ, ഈ ഒരു സന്തോഷം ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും തട്ടിക്കൂട്ടി വീണ്ടും ഉയർത്തെഴുന്നേൽക്കണം. അതെ. നന്ദേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ആള് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഒരുപാട് അനുഭവങ്ങളും ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഇതിനു വേണ്ടി. പഴയ തലമുറ, ഇപ്പോൾ ആ തലമുറയിൽ ആരുമില്ല എന്ന് തന്നെ പറയാം. ഞങ്ങൾ കുറച്ച് പേര് മാത്രം നിൽക്കുന്നൊരു ടീമാണ്. അപ്പോൾ നന്ദേട്ടൻ എന്ന് തോന്നി ഈ പുതിയ തലമുറയിലെ? വളരെ സന്തോഷം തോന്നി. 5 കൊല്ലമായിട്ട് മുടങ്ങി കിടക്കുന്ന ഒരു പുനർജനി എന്ന് പറഞ്ഞ പോലെ കാവടി കൊടിയേറ്റം തന്നെ വളരെ ഗംഭീരമായിരുന്നു. ആൾക്കാരുടെ പാർട്ടിസിപ്പേറ്റ് വളരെ അധികം മനോഹരമായിരുന്നു. ഇനിയും തുടർന്ന് ഇതേമാതിരിയുള്ള സേവനങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അത് സുകുമാരേട്ടൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ സുകുമാരൻ്റെ സംസാരമല്ല, പ്രവൃത്തിയാണ് കൂടുതൽ. പുതിയ തലമുറ ഇത് തുടങ്ങുന്നതിൽ വളരെയധികം സന്തോഷമുള്ള ആളാണ് ഞാൻ. എന്താ വെച്ചാൽ നിന്ന് പോയ ഇത് നമ്മുടെ വീണ്ടും ഇതിന് ഉഷാറാക്കി കൊണ്ടുവന്ന എല്ലാ ഗൾഫ് മേഖലയിലുള്ള ആൾക്കാരും നമ്മുടെ നാട്ടിലുള്ള പ്രവർത്തകർക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.
എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഇതിലെല്ലാം സന്തോഷിക്കുന്നു എല്ലാ കാര്യത്തിലും. അശോകേട്ടൻ ഇതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പണിതിട്ടുണ്ട്. ഫ്ലെക്സ് അടിക്കാനും അശോകൻ പഴയ ഒരു കലാകാരനാണ്. ഇതിന്റെ അത് പഴയത് വീണ്ടും ഉയർത്തെഴുന്നേറ്റതിന് നന്ദി, നമസ്കാരം. ഇതിന്റെ മുകളിലേക്ക് ഒന്ന് കാണിച്ചു പിടിച്ച മുകളിൽ കാണിച്ചിട്ടുണ്ട് നമുക്ക്. ആ നന്ദകുമാറിന് എന്താ പറയാനുണ്ട്? ഇത് വളരെ സന്തോഷം. പുതിയ തലമുറ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞതാണ്. എൻ്റെ ഓർമ്മയിൽ ഒരു 40 വർഷം മുമ്പ് നമ്മുടെ കൊച്ചങ്കരൻ നായരൊക്കെ തുടങ്ങി. പിന്നെ ഞങ്ങളും ഇടയ്ക്കൊക്കെ ഭാരവാഹികളായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഒരു 40-45 വർഷം പാരമ്പര്യമുള്ളൊരു സമുദായമാണ് നമ്മളത് പൂക്കോട് സെറ്റ് എന്നുള്ളത്. ഇങ്ങനെ അമ്പലത്തിൽ ആദ്യത്തെ 1-2 പെടുന്നതായിരിക്കും. പിന്നത്തെ ഒരു ഗ്യാപ്പിലും നമ്മൾ വീണ്ടും ഉയർത്തു വളരെ നല്ല രീതിയിൽ പൂർവാധി ശക്തിയോടെ അതേപോലെ ചെറുപ്പക്കാർ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് കാണിക്കുന്നത് ഈ തലമുറ മാറിയാൽ അടുത്ത തലമുറ ഇത് ഏറ്റെടുക്കുന്നുള്ളതാണ്. കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഒരു 40 വർഷത്തെ പാരമ്പര്യപ്പണി ഇനിയൊരു 40 വർഷം കൂടി ഇത് കണ്ടിന്യൂ ചെയ്യട്ടെന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ബാബു നമ്മളുടെ ഒരു പുതിയൊരു സുഹൃത്താണ്. ആൾ ഈ മേഖലയിൽ പുതിയ ഞാൻ പുതിയതായിട്ട് കയറി വന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ സമുദായം ഞങ്ങളെ വലിയൊരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ 3 പേരും നല്ല ഭംഗിയോടെ അത് നിറവേറ്റും ചെയ്യും എന്നുള്ള നല്ല ഒരു വിശ്വാസത്തിലാണ് മുന്നോട്ട് പോണേ. ആ 3 പേരും കൂട്ടായ്മയുടെ ഒരു ഭാഗമാണ് ഈ കാണുന്നതെല്ലാം. ഇതിൻ്റെ പുറകിൽ വലിയൊരു അധ്വാനം ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ആ അധ്വാനമൊക്കെ നാടിന് വേണ്ടിയിട്ടാണെന്നുള്ള എല്ലാവരും കൂടി ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ ഈ പൂരം നല്ല മനോഹരമായിട്ട് നടക്കുമെന്ന്. അപ്പോൾ നമുക്ക് പൂരത്തിന് കാണാം മക്കളെ. ഈ ഒരു കോൺഫിഡൻസ് എനിക്കിഷ്ടമായി. ഈ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും, കമ്മിറ്റിക്കാർക്കും സംഘാടകർക്കും എല്ലാവർക്കും ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഈ മഹോത്സവം ഒരു അതിമഹോത്സവമായി കൊണ്ടാടാൻ നമുക്കെല്ലാവരും ശ്രമിക്കണം. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഇത് കാവടി സെറ്റിൻ്റെ കൂടെ രാവിലെയും അതുപോലെ തന്നെ വൈകിട്ടും പുറപ്പെടുന്ന സമയത്തും അമ്പലത്തിൽ എത്തുന്ന സമയത്തും നിങ്ങളതിൽ ഉണ്ടാവണം. പ്രത്യേകിച്ച് പഴയ തലമുറക്കാരായാലും പുതിയ തലമുറയിലെ പെൺകുട്ടികളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും വരിക. അതിനുവേണ്ടി നിങ്ങളുടെ സുരക്ഷയ്ക്കായിട്ട് നമ്മുടെ വോളണ്ടിയേഴ്സ് എല്ലാവരും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ജാനുവരി 15 ശ്രീ മഹാദേവ കാവടി സെറ്റിൽ വെച്ച് കാണാം. അതുവരേക്കും RN Vlogs സൈനിങ് ഓഫ്.